ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഈ തമ്പനയിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. ഞാൻ ജസ്റ്റ് എന്താ പറയുന്നത്, ഒരു തമാശയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നേരത്തെയൊക്കെ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു, സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇത് ഓൾറെഡി പണ്ട് ഞാൻ ചെയ്തു വെച്ചത് ഇങ്ങനെ തപ്പിപ്പോയപ്പം എൻ്റെ കണ്ണിലുടക്കിയപ്പോൾ ഞാൻ വീണ്ടും അത് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ വലിയ സംഭവവികാസങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും റിയാലിറ്റി അത് തന്നെയാണ് അല്ലേ. ഇത് വെട്ടിക്കണ്ടിച്ച് തൂക്കിയിട്ടു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ ബാക്കി പത്രം നാളെയും ഉണ്ടോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി പത്രം ഒരു പക്ഷേ നാളെയും കണ്ടേക്കാം. ഇന്ന് അധികം ഒന്നും കൂടുതൽ സംസാരിക്കാനില്ല. പക്ഷേ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഞാൻ എന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പണം എന്ന് പറയുന്ന സംഗതി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. നമുക്ക് ചുമ്മാതെ ആരും തരുന്ന സാധനമല്ല പൈസ. നിങ്ങൾ ജോലി ചെയ്തോ, അധ്വാനിച്ചോ, ബിസിനസ് ചെയ്തോ, കൃഷി ചെയ്തോ ഒക്കെ ഉണ്ടാക്കുന്ന പൈസയാണ് അല്ലേ. ആ ഒരു പൈസ ഇതിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത്? ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാകണം എന്ന് വിചാരിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്. എന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഈ പൈസ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഫോളോ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. എനിക്ക് ഇപ്പോൾ ഈയിടെയായിട്ട് കുറേ അധികം മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പം മെസ്സേജ് വരുന്നതിന് അതിൻ്റെ ഒരു ആകെ തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത്, സാറേ നേരത്തെ ഞങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പലയിടങ്ങളിൽ പല ഗ്രൂപ്പുകളിൽ പോയി, പല പെയ്ഡ് ഗ്രൂപ്പുകളിൽ പോയി, പല കോഴ്സ് എടുത്ത് പല കാര്യങ്ങളിൽ ഞങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു അച്ചടക്കം വന്നു എന്ന് അവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. അച്ചടക്കം വന്നു. കാരണം വെച്ചാൽ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൈസ പോകുന്നതിന് യാതൊരു കയ്യും കണക്കുമില്ലായിരുന്നു. ഇപ്പം കാശ് പോകുന്നുണ്ടെങ്കിലും കൺട്രോൾഡായിട്ടാണ് പൈസ പോകുന്നത്. കാശ് പോകുന്നുണ്ട്, ഇപ്പോഴും കാശ് പോകുന്നുണ്ട്. പക്ഷേ ഈ ഓരോ പ്രാവശ്യവും കാശ് പോകുമ്പം പല കാര്യങ്ങളും ഞങ്ങൾ അതിൽ നിന്ന് പഠിച്ചിട്ട് അത് കറക്റ്റ് ചെയ്ത് ഞങ്ങളുടെ ട്രേഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു അഭിപ്രായം പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അത് നിങ്ങളിലുണ്ടാകുന്ന മാറ്റമാണ്. നിങ്ങളിലുണ്ടാകുന്ന മാറ്റം തന്നെയാണ്. കാരണം എന്താണ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം മാത്രമാണ്. നിങ്ങൾ ഓരോ ദിവസവും എൻ്റെ വീഡിയോ കാണുമ്പം ഞാൻ ഒരിക്കലും ഒരു പൂർണ്ണനായ മനുഷ്യനല്ല അല്ലെ, എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് ഒത്തിരി അധികം പരിമിതികളുണ്ട്, ധാരാളം പരിമിതികൾ വെച്ചാൽ എനിക്ക് ഒത്തിരി അറിവില്ല. എൻ്റെ കഴിവിൻ്റെ അപ്പുറത്തും നിൽക്കുന്ന പല കാര്യങ്ങളും എനിക്ക് അപ്രാപ്യമായതോ അല്ലെ എനിക്ക് അറിയാൻ വയ്യാത്തോ എനിക്ക് അജ്ഞതയായിട്ടുള്ള പല കാര്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് ഇല്ലേ. ആരും തികഞ്ഞവൻ മനുഷ്യൻ ലോകത്തിലില്ല. പക്ഷേങ്കിൽ നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ തപ്പിപ്പോയി പഠിക്കുക, അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ അങ്ങനെ ധാരാളം കാര്യങ്ങൾ എനിക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങൾ സംശയം തോന്നുമ്പോൾ ഞാൻ പല ആൾക്കാരോടും ചോദിച്ച് അല്ലെങ്കിൽ പല ഇടത്ത് ഡിസ്കസ് ചെയ്ത് നമ്മൾ അതിനൊരു ഉത്തരം കണ്ടെത്താറുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഓരോന്നും നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ട് ഇല്ലേ. ആ പഠിക്കുമ്പം ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ ഒരു സംഗതികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ക്ലാസ്സിന് പങ്കെടുത്ത പലരും ചോദിക്കണം, സാറേ ഇങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടായിരുന്നു, ഇത്രയും വർഷങ്ങളായിട്ടും ട്രേഡ് ചെയ്യുന്നു, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അതൊരു തിരിച്ചറിവാണ്. അപ്പോൾ ആ തിരിച്ചറിവിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വളരെ ക്ഷമയോടും സാവധാനതയോടും കൂടെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പരിശീലിക്കുക എന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആവർത്തന രസത ഉണ്ടാകും, പക്ഷേങ്കിൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ധാരാളം പേർക്ക് നഷ്ടമുണ്ടായി. ക്യാപിറ്റൽ തന്നെ തീർന്നു പോയ ആൾക്കാരുണ്ട്. അവർക്ക് വീണ്ടും ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, മാർക്കറ്റ് ഇവിടെ തന്നെ കാണും, നമ്മൾ മാർക്കറ്റിലുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അപ്പം ധാരാളം ആൾക്കാർ കഴിഞ്ഞ ആഴ്ച കാശ് നഷ്ടപ്പെടുത്തിയവർ ഈ ആഴ്ച നഷ്ടപ്പെടുത്തിയത് മുഴുവൻ റിക്കവർ ചെയ്തു, ലാഭത്തിലിറങ്ങി എന്ന് ധാരാളം ആൾക്കാർ മെസ്സേജ്. സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ നഷ്ടം ഉള്ളവരെ ഞാൻ മറക്കുന്നില്ല. പക്ഷേങ്കിൽ ഈ നഷ്ടം വന്നത് നിങ്ങൾക്കൊരു പാഠമാണ്. ഈ നഷ്ടത്തിൽ നിങ്ങൾ പഠിച്ച് വീണ്ടും ഇത് ആവർത്തിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഇന്ന് രാവിലെ മാർക്കറ്റ് 100 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം
മാർക്കറ്റ് അവിടെ തിരിച്ച് റിക്കവർ ചെയ്ത് മുകളിലോട്ട് 2 ക്യാൻഡിൽ മുകളിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞിരുന്നു, എവരി ഹൈ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ സെൽ എന്ന്. ഞാൻ എപ്പോഴും അതങ്ങനെ പറയാറില്ല ഇല്ലേ. വ്യക്തമായ എന്തെങ്കിലും ഒരു കാരണമോ അല്ല വ്യക്തമായ എന്തെങ്കിലും ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെയുള്ളൊരു പദം ഉപയോഗിക്കാറുള്ളൂ. അത് വല്ലപ്പോഴും ഇടയ്ക്കെങ്ങാണ് മാത്രമേ, വളരെ റെയറായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കാരണം അതിൻ്റെ ഒരു കൺവിക്ഷനാണ് ഇല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളതാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ തന്നെ അതറിയാം നമുക്ക് അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചാൽ, ഗ്ലോബലി ഫുൾ സെൻറ്റിമെൻറ്റ്സും നെഗറ്റീവാണ് ഇല്ലേ. ഫുൾ സെൻറ്റിമെൻറ്റ്സും നെഗറ്റീവാണ്. നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ മുന്നിൽ ഒരു കാരണങ്ങൾ പോലും നമ്മുടെ മുന്നിൽ ഇല്ല. അപ്പം അങ്ങനെ ആയി കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചത്, മാർക്കറ്റ് മുകളിലോട്ട് ആർക്കൊക്കെയോ രക്ഷപ്പെടാൻ വേണ്ടി മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു സെൽ ഓഫ് വരുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിൽ പോയി നമ്മുടെ റെസൻസ് 23,906. ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇവിടുന്ന് കയറി ഇതിൻ്റെ മുകളിൽ പോയി ഒരു 30 മിനിറ്റ് ഇങ്ങനെ ചൊവ്വായിരം നിന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കൺഫർമേഷൻ 24 കടന്നു പോകണമെന്ന് പറഞ്ഞു. കറക്റ്റ് രണ്ടാമത്തെ ക്യാൻഡിലിന് ശേഷം നമ്മുടെ ഈ പോയിൻ്റ് എത്തിയില്ല. അവിടുന്ന് മുമ്പ് വീണ്ടും ഒരു സെൽ ഓഫ് വന്നു. ഒരു പക്ഷേ ഇവിടെ എത്താറായപ്പോൾ പലരും പി എടുത്ത് ധാരാളം ആൾക്കാർ കാണുമായിരിക്കാം. എനിവേ എടുത്തില്ല നമ്മുടെ വിഷയമുള്ള കാര്യമല്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് സപ്പോർട്ട് എടുത്തു. ഇവിടെ ഓപ്പണിംഗ് റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോയി ഇല്ലേ. മുകളിലോട്ട് പോയെങ്കിലും നിങ്ങൾ ഇവിടുന്ന് ഈ 2 ക്യാൻഡിലൊക്കെ സംഭവിച്ചു. ബാക്കിയുള്ള ക്യാൻഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും എഴുന്നേറ്റുമാണ് പോയത്. ഒരു സ്ട്രെങ്ത് ഇല്ലാതാണ് മാർക്കറ്റ് പോയത് ഇല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് വീഴുന്ന കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഴുന്ന കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം നമുക്കറിയാം മാർക്കറ്റ് പൊട്ടും വീഴും എന്നുള്ള കാര്യം നമുക്ക് കൺഫേമാണ് ഇല്ലേ, ഷുവറാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ലേറ്റായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഴുന്ന കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ 24 സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മാർക്കറ്റ് ഇവിടുന്ന് വീഴുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈവനിങ് സ്റ്റാർ ആണ് ഈ കാണുന്നത്. അറിയാൻ മേത്തർക്ക് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഈവനിങ് സ്റ്റാർ പാറ്റേൺ ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും ഇവിടെ എടുക്കാൻ വയ്യാത്തവർ നേരെ തിരിച്ച് മാർക്കറ്റ് താഴോട്ടിറങ്ങി വീണ്ടും മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു ഇല്ലേ. റീടെസ്റ്റ് ചെയ്ത് ഒരു എന്താ പറയുന്നത്, ഒരു എൻഗൾഫിങ് ക്യാൻഡിലൂടെ ഫോം ചെയ്തു ഇല്ലേ. ആ എൻഗൾഫിങ് ക്യാൻഡിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. നല്ലൊരു ഫോൾ കിട്ടി. ഓക്കെ, അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് ബുക്ക് ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. ധാരാളം പേര് ഞാൻ എന്നൊന്നും പോൾ ഇടുന്നൊന്നും ശരിയല്ലല്ലോ ഗ്രൂപ്പിൽ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോളൊന്നും ഇടാഞ്ഞത്. എനിവേ എന്തായാലും നല്ലൊരു ക്യാപ്ചർ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർക്കറ്റ് 23,800 നമ്മുടെ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടിൽ വന്ന് തട്ടി, തൊട്ടടുത്ത് തന്നെ തട്ടി മാർക്കറ്റ് തിരിച്ചു പോയി. ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തേക്കാണ്. ഇനിയും ഫർദറായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്, ഫർദറായിട്ട് സംഭവിക്കാൻ വെച്ചാൽ ഇപ്പം നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ വീണ്ടും $100 മുകളിൽ പോയി. $90 WTI $90 മുകളിൽ പോയി. $91 ഇപ്പം നിൽക്കുന്നത്. അപ്പം അതൊരു ആശങ്കയാണ്. 90 മുകളിൽ നിൽക്കുന്നത് ഒരാശങ്ക തന്നെയാണ്. അപ്പോൾ 90 താഴോട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ, മാർക്കറ്റ് എന്തെങ്കിലും ഒരു ജീവൻ വെക്കും എന്നൊരു പ്രതീക്ഷ നമുക്ക് ഉള്ളൂ. 90 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ സ്വർണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏറിയ സ്വർണം അതുപോലെ തന്നെ ഇടിച്ചു കുത്തി നേരെ താഴെ പോരുന്നത് നോക്കിയാൽ മനസ്സിലാവും ഇല്ലേ. ഏകദേശം 100 പോയിൻറ്റോളം 100 പോയിൻറ്റിനടുത്ത് ഗോൾഡും വീണു. നമ്മുടെ US ഓയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതും ഈ പറഞ്ഞ പോലെ തന്നെ നടന്ന് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. $91 ഇപ്പം നിൽക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗ ജോൺസ് 500 പോയിൻറ്റ് പൊട്ടി ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് 500 പോയിൻറ്റ് പൊട്ടി നിൽക്കുകയാണ്. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം 23,692 ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും സംഗതി മുഴുവൻ കളറാണ് അല്ലേ. അപ്പോൾ വേറെ കൂടുതൽ ഇനിയിപ്പോൾ ചർച്ചയ്ക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം പറയാനുള്ളൂ. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 23,800 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 23,800 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 23,800 നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ അടുത്തടുപ്പിച്ച് ഇവിടെ കാണും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 23,800 സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡുകൾ താഴോട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നാളെ ഇനി വലിയ ഹ്യൂജ് ഗ്യാപ് ഡൗൺ വല്ലതുമാണ് 10, 100, 150 ഗ്യാപ് ഡൗൺ വല്ലതും ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഷേപ്പ് റിക്കവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ റിക്കവറി വരുവാണെന്നുണ്ടെങ്കിൽ 23,800 അടുപ്പിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഒരു താഴോട്ടുള്ള ട്രേഡ് നമുക്ക് നോക്കാം. സാവധാനതയോടെ ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്തിരുന്ന് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ കൂടുതൽ ഡയലോഗുകളൊന്നും പറയാനില്ല. പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല.
ഓക്കെ. അപ്പോൾ 23,800 നാളത്തെ തലവര. മുകളിലോട്ട്, താഴോട്ടെങ്കിൽ താഴോട്ട്. ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിലോട്ട് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്ന് 23,800 എത്താൻ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 23,679 എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. അങ്ങനെ നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. 23,800 മെയിൻ സപ്പോർട്ടാണ്. അത് പൊട്ടി താഴെ പോയാൽ പിന്നെ 23,500 നമ്മൾ കാണേണ്ടി വരുമായിരിക്കാം. അല്ലെ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് കമൻറ്റുകൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്നോ ഇറാൻ്റെ ഭാഗത്തുനിന്നോ ഒരു ചർച്ചയ്ക്ക് താല്പര്യമുണ്ടെന്നോ എന്തെങ്കിലും രീതിയിൽ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് റിക്കവറി വെരി ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിൽ ഒരു ക്യാൻഡിലൊക്കെ 100-150 പോയിൻ്റൊക്കെ ഒരു നിഫ്റ്റിയിൽ ഒരു ഒറ്റ ക്യാൻഡിലൊക്കെ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് വളരെ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മാറി നിൽക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ മിഡ് ക്യാപ്പിൻ്റെ കാര്യം, ഇന്നിപ്പോൾ 126 പോയിൻ്റ് നിഫ്റ്റിയിൽ നമുക്ക് ഇതിനകത്ത് നിലവിലുള്ളൂ. പക്ഷെങ്കിൽ മിഡ് ക്യാപ്പിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മിഡ് ക്യാപ്പ് ഇന്ന് പൊട്ടിയിട്ടുണ്ട്. 200 പോയിൻറ്റ്, ഇന്നലെ 200 പോയിൻറ്റ് പൊട്ടി, ഇന്നും 200 പോയിൻറ്റ് പൊട്ടി. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഒരു ഓൾ ടൈം ഇതിൻ്റെ ഡേ ക്യാൻഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. അപ്പോൾ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് മിഡ് ക്യാപ്പ് പൊട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതാ നോക്കിക്കേ, കണ്ടോ, നല്ല വൃത്തിയായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന 14,337 ഈ 14,337 ഒരു സപ്പോർട്ട്, ആ ഒരു റേഞ്ചാണ് സപ്പോർട്ട്. അവിടുന്ന് ഒരു പക്ഷേ അതും പൊട്ടി താഴെ പോകാമെന്നുണ്ടെങ്കിൽ പിന്നെ സാധനം നേരെ താഴോട്ട് പോകും, അല്ലെങ്കിൽ ഇവിടുന്ന് റിക്കവർ ചെയ്യും. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി പറയുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പിന്നെ ആരുടെ കാര്യം നോക്കി എന്തുകൊണ്ട് താഴെ പോയാൽ മൊത്തം എല്ലാവരും റെഡാണ്. ഹീറോ മോട്ടോകോപ്പ് മാത്രമാണ് പിടിച്ചു നിർത്തിയത്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും അല്ലെങ്കിൽ ഒരു 10-350 പോയിൻ്റെങ്കിലും പൊട്ടിയേനെ. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ HDFC AMC ആയാലും കോഫോർജ് ആയാലും എല്ലാവരും പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആയാലും എല്ലാവരും നല്ല രീതിയിൽ ഒന്നിച്ച് പൊട്ടിക്കൊണ്ടാണ് ഇത്രയെങ്കിലും താഴെ പോയത്. അതിൻ്റെ കൂടെ ഹീറോ മോട്ടോകോപ്പ് കൂടെ അതിൻ്റെ കൂടെ കൂടിയിരുന്നെങ്കിൽ കളറായേനെ. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ നിഫ്റ്റിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ICICIയുടെ കാര്യം പറഞ്ഞിരുന്നു. ICICI ഇന്നും സാധനം താഴെ പോയി, ഇല്ലേ? ഇന്നും ICICI വീണ്ടും താഴെ പോയി. ആ റെസിസ്റ്റൻസിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ ICICIക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. HDFC 750 പോയിൻറ്റിനടുത്ത് വന്നു. ഡേ ക്യാൻഡിലാണ് ഈ കാണുന്നത്. 750 പോയിൻറ്റിനടുത്ത് വന്നു. 729 ഒരു ക്രൂഷ്യൽ സപ്പോർട്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു, ഇത് പൊട്ടി താഴെ പോവോ അതോ മുകളിലോട്ട് പോവോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ നോക്കുക. ഈ വരയ്ക്കുന്ന ലെവലുകളൊക്കെ നിങ്ങൾ വേണം നോക്കി വെച്ചോ, നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ SBIനുണ്ട്. SBIന് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് ഇപ്പോൾ ഉടനെ വരും. എനിക്കൊന്ന് ഈ വീക്കിലാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കറക്റ്റ്. എന്തായാലും 984 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാണ് ആർക്ക്, SBIക്ക്. അപ്പം അത് നോക്കുക. ആ ഏരിയയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിനകത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും 1200 റേഞ്ചിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാളെ ഇനി അടുത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട ഒരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഫോസിസിൻ്റെ റിസൾട്ട് വന്നു. വളരെ മോശം റിസൾട്ടാണ്. മോശം റിസൾട്ടല്ല, മോശം റിസൾട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ വിചാരിച്ചതിനേക്കാളും സംഗതി വിചാരിച്ച അത്രയും പെർഫോമൻസ് ഇല്ല. ഇപ്പം നിലവിൽ 4.5% പൊട്ടി നിൽക്കുകയാണ് ഇൻഫോസിസ്. ഓക്കെ. അപ്പം അതുകൊണ്ട് നാളെ ഇത് എങ്ങനെയാണ് നിഫ്റ്റി ബാധിക്കുന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും വലിയ രീതിയിൽ പൊട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. 4% പൊട്ടിയെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പൊട്ടി നിൽക്കുന്നുണ്ട്. മാർക്കറ്റ് ഇത് എക്സ്പെക്റ്റഡ് ആണ് ഇത്രയൊക്കെ പൊട്ടുന്നുള്ളത്. കാരണം TCSനും അത്ര വലിയ മെച്ചമായ റിസൾട്ട്, HCL ടിക്കറ്റിന് മാത്രമേ നല്ലൊരു റിസൾട്ട് വന്നുള്ളൂ. വേറെ ആർക്കും വലുതായിട്ട് വലിയ റിസൾട്ട് വന്നില്ല. അപ്പോൾ ഇത് ഓൾറെഡി മാർക്കറ്റ് എക്സ്പെക്റ്റഡ് ആണ്. എങ്കിലും 4% വീണ്ടും നാളെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്രമാത്രം പൊട്ടും എന്നുള്ളതാണ് നമുക്കറിയത്തില്ല. എന്തായാലും 1000 റേഞ്ചിലൊക്കെ ഇൻഫോസിസ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ളൊരു അവസരമാണ് എന്ന് മാത്രമേ തൽക്കാലം ഇപ്പോൾ പറയാനുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് കഥകൾ. അപ്പം നാളെ ഇന്ന് രാത്രിയിൽ ന്യൂസുകൾ വാച്ച് ചെയ്യുക, എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക. കാരണം നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ന്യൂസുകളാണ് മാർക്കറ്റിനെ നയിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ക്രൂഡിൻ്റെ വില എങ്ങനെയാണ് നിലനിൽക്കുന്നത് നോക്കുക. അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സും നടക്കുക. എന്തായാലും നാളെ രാവിലെ നമുക്ക് കാണാം. ഓക്കെ. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.